ശ്രീ രാജഗോപാൽ കമ്മത്ത്, ഇവിടെ വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ട സാഹചര്യത്തിലാണല്ലോ സംസ്ഥാനത്ത് 29 വരെ അതിശക്ത മഴ എന്ന കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ഉണ്ടായത്. ആ മുന്നറിയിപ്പ് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഒരു നേരിയ ഒരു മഴ ശമനം ഇന്ന് പകൽ സമയം കണ്ടെങ്കിലും രാത്രി പലയിടത്തും മഴ പെയ്യുന്നുമുണ്ട്. 2018 മഹാപ്രളയത്തിന് ശേഷം ജൂൺ മാസത്തിൽ സംസ്ഥാനത്ത് കിട്ടുന്ന മികച്ച മഴ 581 മില്ലിമീറ്റർ എന്ന മികച്ച മഴ ഇതിനോടകം കിട്ടിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ എത്ര കടുത്ത മഴ നമ്മൾ പ്രതീക്ഷിക്കണം ശ്രീ കമ്മത്ത്? അതോടൊപ്പം തന്നെ 30ഓടെ ബംഗാൾ ഉൾക്കടലിൽ പുതിയൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാനുള്ള സാഹചര്യം എങ്ങനെയാണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുക? ഇപ്പോഴത്തെ ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം എന്ന് പറയുന്നത് അതിൻ്റെ തീവ്രത വളരെ കുറവാണ്. അപ്പോൾ നമുക്കറിയാം 25, 26 തീയതികളിലാണ് കേരളത്തിൽ മഴ പെയ്തത്. കേരളമെമ്പാടും മഴ പെയ്യുകയും മലമ്പ്രദേശങ്ങളിലും മഴ പെയ്തു. അപ്പോൾ ഈ അടുത്ത ഘട്ടങ്ങളിൽ എന്ന് പറയുന്നത് ഇന്ന് മഴ കുറവായിരുന്നു, വളരെ കുറവായിരുന്നു. ഇനി അടുത്തുള്ള ദിവസങ്ങളിലും മഴ വളരെ കുറവായിരിക്കും. ഏകദേശം ഒരു ജൂലൈ 7-ാം തീയതി വരെ മഴ വളരെ കുറവായിരിക്കും. പക്ഷെ കാസർഗോഡ് ഇന്നലെയൊക്കെ പെയ്തതിൻ്റെ ഒരു പകുതിയോളം മഴ അവിടെ ഇടയ്ക്കിടെ ലഭിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ മറ്റിടങ്ങളിൽ മഴ കുറവായിരിക്കും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് അടുത്ത സ്പെല്ലിലേക്ക് നമ്മൾ കടക്കുന്ന ഒരു ഘട്ടമാണ്. ആ ഘട്ടം എന്ന് പറയുന്നത് അതിനെയാണ് നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ 25, 26 പെയ്ത മഴ എന്ന് പറയുന്നത് ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വന്ന മഴയാണ്. ആ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വന്ന മഴയിലാണ് മലമ്പ്രദേശങ്ങളിൽ അതിശക്തമായ മഴ രേഖപ്പെടുത്തിയത്. ഇപ്പോൾ അലർട്ടും മറ്റു കാര്യങ്ങളുമൊക്കെ ഒരു നിശ്ചിതമല്ലാത്ത ഒരു തരം അലർട്ടുകളായിരുന്നു കിട്ടിയത്. അപ്പോൾ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഈ കട്ട് ആൻഡ് പേസ്റ്റ് അലർട്ടുകൾ നടത്തുന്ന ഒരു സ്ഥാപനമായിട്ട് കേരളത്തിലെ കാലാവസ്ഥാ വകുപ്പ് മാറുന്നുണ്ട്. അതായത് ഡൽഹിയിൽ നിന്ന് കിട്ടുന്നത് കട്ട് ആൻഡ് പേസ്റ്റ് ആണ്. അപ്പോൾ മറ്റൊരു പ്രവർത്തനവും അതിനകത്തില്ല. കാരണം കേരളത്തിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് അതിസങ്കീർണവും പെട്ടെന്ന് മാറ്റം വരുന്നതുമാണ്. അപ്പോൾ അതിന് പ്രത്യേകമായ ശ്രദ്ധയും പഠനവും നിരീക്ഷണവും പ്രവചനവും വേണം, കാലാവസ്ഥാ പ്രവചനവും വേണം. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പോൾ മേഘങ്ങളുടെയും പിന്നെ മർദ്ദത്തിൻ്റെയും കാറ്റിൻ്റെയൊക്കെ ഗതി നോക്കിയിട്ട് നമുക്ക് പ്രവചനം സാധ്യമാകുന്നില്ല. മോഡലുകളിൽ മാറ്റം വരേണ്ടിയിരിക്കുകയാണ്. കാരണം കേരളത്തിലെമ്പാടും അന്തരീക്ഷ ധൂളി വർദ്ധിച്ചു വരുന്നുണ്ട്. നമുക്കറിയാം കേരളം എമ്പാടും റോഡ് നിർമ്മാണം നടക്കുന്നുണ്ട്. ഇപ്പോൾ എറണാകുളത്തെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ എറണാകുളത്തൊക്കെ സിറ്റിയിലെ കാലാവസ്ഥയെ മാറ്റം കണ്ടു തുടങ്ങിയത് മെട്രോയുടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയതിന് ശേഷമാണ്. ധാരാളം ധൂളി തുടർച്ചയായിട്ട് അന്തരീക്ഷത്തിലേക്ക് കടക്കുന്നുണ്ട്. പിന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്നും ധാരാളം ധൂളി അന്തരീക്ഷത്തിലേക്ക് കടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പെട്ടെന്ന്, അതായത് ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് പെയ്യുന്ന മഴയിൽ ഈർപ്പം നിറഞ്ഞ വായു കടലിൽ നിന്ന് വരുമ്പോൾ അത് നേരെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പോയി അവിടെ ഉയർന്നു പൊങ്ങി പെട്ടെന്നുള്ള മഴയ്ക്ക് കാരണമാകുന്നു. അതിനൊരു കാരണമായിട്ട് വരുന്നത് അന്തരീക്ഷ ധൂളി, വളരെ ഫൈൻ പാർട്ടിക്കിൾസ് ആണ്. PM 2.5 എന്നൊക്കെ പറയുന്ന അതേപോലുള്ള PM10 പോലെയുള്ള വളരെ ഫൈൻ പാർട്ടിക്കിൾസ് ഈ താപം കൊണ്ട് മുകളിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത്. മഴത്തുള്ളികൾക്ക് ഭാരം കൂടും. ഇപ്പോൾ ശിഖമതിക്ക് കഴിഞ്ഞ ദിവസം ആ ചൂരൽമല മേഖലയിൽ വീണ്ടും ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായോ എന്ന് സംശയം ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള വലിയ പെരുമഴ പെയ്തു. 100 മില്ലിമീറ്റർ മഴയാണെന്ന് പറയുമ്പോൾ പോലും ഒരു സമയത്ത് ദീർഘനേരം നീണ്ടു നിൽക്കുന്ന ഉരുൾപൊട്ടൽ ഉണ്ടായോ എന്ന് തോന്നിക്കത്തക്ക രീതിയിലുള്ള ആ പറയുന്ന ആ പുഴയിലൊക്കെ, ആ പുന്നപ്പുഴയിലൊക്കെ വലിയ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അതൊരു പക്ഷേ താങ്കൾ ഈ പറയുന്ന പ്രതിഭാസമായി ബന്ധമുണ്ടോ അതിന് ശ്രീ കമ്മത്ത്? അതെ, പുല്ലൂരംപാറയിലെ ഉരുൾപൊട്ടൽ മുതൽ ഞാൻ കോഴിക്കോട്, വയനാട് ഭാഗങ്ങളിലെ കാലാവസ്ഥയെ നിരീക്ഷിച്ചു വരുന്നുണ്ട്. പുല്ലൂരംപാറയിൽ ഇതുപോലെ തന്നെ ആ സമയത്ത് അവർ മേഘവിസ്ഫോടനം എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും നമ്മൾ മനസ്സിലാക്കിയെന്ന് പറയുന്നത് അവിടെ തൊട്ടടുത്തുള്ള ഈ നശീകരണ പ്രവർത്തനങ്ങൾ മൂലമാണ് അവിടെ പെട്ടെന്നുള്ള ഒരു അതിതീവ്രമായ മഴയുണ്ടായതും അതിനെ തുടർന്നുള്ള മണ്ണിടിച്ചിലും മറ്റുമൊക്കെ ഉണ്ടായെന്നാണ് അന്ന് നിരീക്ഷിച്ചത്. അപ്പോൾ അത് പിന്നീട് ശരിവെക്കുകയും ചെയ്തു. ഇപ്പോൾ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായതെന്ന് പറയുന്നത് വളരെ പെട്ടെന്നാണ് ഉണ്ടായത്. ഈ കോഴിക്കോട് ജില്ലയിലെ മൊത്തം ധൂളിയും കടന്നു പോകുന്നത് വൈത്തിരി മേഖലയിലേക്കാണ്. ആ വയനാടിൻ്റെ ചുരം കയറിയാണ്, ചുരത്തിലൂടെയാണ് ഈ ധൂളി മുകളിലേക്ക് കയറുന്നത്. ഈ ധൂളി മുകളിലേക്ക് കയറുമ്പോൾ സാധാരണ മഴത്തുള്ളികളിലേക്കാൾ ഏകദേശം 10 മടങ്ങ് വലിപ്പം വെക്കും. ഈ വലിപ്പം വെക്കും എന്ന് പറയുമ്പോൾ ഇത് മുകളിലേക്ക് പോവുകയാണ്, ഐസ് ക്രിസ്റ്റൽസായി മാറുകയാണ്. ഐസ് ക്രിസ്റ്റൽസിന് എന്താണ് സംഭവിക്കുന്നത്? എങ്ങനെയാണ് മഴ പെയ്യുന്നത്? ഗ്രാവിറ്റി കൊണ്ടാണ്, ഭൂമിയുടെ ഗ്രാവിറ്റി കൊണ്ടാണ് ഇത് താഴേക്ക് വരുന്നത്. അപ്പോൾ ഭാരം കൂടുമ്പോൾ തീർച്ചയായിട്ടും അതിന് താഴേക്ക് വരാനുള്ള ടെൻഡൻസി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വരുന്നത് വലിയ മഴത്തുള്ളികളായിട്ടാണ് വരുന്നത്. അതിപ്പോൾ വാഗമണ്ണിൽ നോക്കിയാലും കൂട്ടിക്കൽ നോക്കിയാലും ആ പ്രദേശങ്ങളിൽ, ഇടുക്കിയുടെ മലമ്പ്രദേശങ്ങളിൽ നോക്കിയാലും നമുക്ക് വാഗമണ്ണൊക്കെ പോകുമ്പോൾ അറിയാം മഴത്തുള്ളികളുടെ കനം കൂടുതലാണ്. അപ്പോൾ ഈ നഗരപ്രദേശങ്ങളിൽ നിന്ന് അങ്ങോട്ടേക്ക് ചെല്ലുന്ന ധൂളിയാണ് ഇതിന് കാരണമായിട്ട് വരുന്നത്. എൻ്റെ പല സുഹൃത്തുക്കളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, ഇത് ഈ മഴത്തുള്ളികൾക്ക് വളരെ വലിപ്പമാണല്ലോ, നമ്മുടെ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ കണ്ണാടിച്ചിൽ പൊട്ടിപ്പോകുന്ന പോലുള്ള തരത്തിലുള്ള വലിയ ഹെയിൽ സ്റ്റോം പോലെയുള്ള
ആലിപ്പഴം പോലെയുള്ള മഴത്തുള്ളികളാണ് പെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും വികസനവും ഒക്കെ അതിന്റെ ഒരു പ്രതിഫലനങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സർക്കാർ ആ രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞ ആ രീതിയിൽ തന്നെ അതിനെ ആ ശ്രദ്ധയിൽ തന്നെ കണ്ട കാര്യവുമാണ്. നമ്മൾ അങ്ങനെ എന്താണ് ആ രീതിയിലുള്ള അലർട്ടോ ആ രീതിയിലുള്ള ഒരു ചിന്തയോ നമ്മൾ കേട്ടിട്ടില്ല. ഞാൻ അങ്ങനെയൊക്കെ എത്താം.